ഇന്ന് ഞാനൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കൽ ഒരച്ഛനും മകളും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനെത്തി. ഈ അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് നാമം ചൊല്ലി പഠിപ്പിച്ചും കണ്ണൻ്റെ കുഞ്ഞു കുഞ്ഞു കീർത്തനങ്ങളൊക്കെ മകൾക്ക് പാടി പഠിപ്പിച്ചും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മകൾ അച്ഛനെ പോലെ ഒരു ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞു ഭക്തയായി വളർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു ചിങ്ങമാസത്തിലെ പുണർദം, ആ മകളുടെ പിറന്നാളായിരുന്നു അന്ന്. അച്ഛനും മകളും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. മണിക്കൂറോളം നീണ്ട നിരയിൽ നിന്ന് ഭഗവാനെ തൊഴുതു. സന്തോഷമായി അവിടുന്ന് ഇറങ്ങി. അപ്പോഴാ മകൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പാൽപ്പായസം വേണം. അതിനെന്താ, ഷീട്ടാക്കാലോ എന്ന് പറഞ്ഞ് അച്ഛനും മകളും കൂടി ചെന്ന് വീണ്ടും ഒരു നീണ്ട നിരയിൽ നിന്നു വഴിപാട് ഷീട്ടാക്കാൻ. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ ചോദിച്ചു, എന്താണ് വഴിപാട്? ഒരു പുഷ്പാഞ്ജലി, മൃദുല, പുണർദം, പിന്നെ വെണ്ണ, പഴം, പഞ്ചസാര, കളഭം, പിന്നെ ഒരു പാൽപ്പായസം. അപ്പോൾ ആ ഷീട്ട് എഴുതിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പാൽപ്പായസം തീർന്നു, വേറെ വഴിപാടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അച്ഛൻ മകളുടെ മുഖത്തേക്കൊന്ന് നോക്കി അല്പം വിഷമത്തോടെ പറഞ്ഞു, മോളെ, പായസം തീർന്നൂലോ. ആ കുഞ്ഞു മകളുടെ മുഖം തെല്ലൊന്ന് വാടി. എങ്കിലും പറഞ്ഞു, സാരില്ല അച്ഛാ, പഴവും പഞ്ചസാരയും വെണ്ണയും മതി എന്നാ. വഴിപാട് ഷീട്ടാക്കി അവരതും കൊണ്ട് പ്രസാദം വാങ്ങാനുള്ള അടുത്ത നിരയിൽ ചെന്ന് നിന്നു. അച്ഛൻ ഷീട്ട് കൊടുത്തു. അകത്ത് നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പായസത്തിന് പാത്രം എവിടെ? അപ്പോഴാ അച്ഛൻ അത്ഭുതത്തോട് ചോദിച്ചു, പായസം അതിന് ഷീട്ടാക്കിയില്ലല്ലോ. പായസം തീർന്നു എന്നാണ് പറഞ്ഞത്. വഴിപാട് ഷീട്ടിൽ പായസം ഉണ്ട്, പോയി വേഗം പാത്രം വാങ്ങിക്കോളൂ, പായസം തീരാറായി. അച്ഛൻ അത്ഭുതത്തോടെ ആ മകളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ നടന്നത് ഒന്നും അറിയാതെ ആ കുട്ടി അവിടെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നിൽക്കണു. അച്ഛൻ ഓടിപ്പോയി പായസത്തിന് പാത്രം വാങ്ങി വന്നു. വീണ്ടും നിരയിൽ നിന്ന് പായസം വാങ്ങി മകൾക്ക് നീട്ടി. ഹായ്, പാൽപ്പായസോ? അച്ഛാ, ഇത് എവിടെ നിന്ന് കിട്ടി? അതൊന്നും അച്ഛന് അറിയില്ല മോളെ. പ്രസാദം വാങ്ങാൻ ഷീട്ട് കൊടുത്തപ്പോൾ അതിൽ പായസത്തിൻ്റെ ഷീട്ട് ഉണ്ടായിരുന്നു അത്രേ. ആ അച്ഛനും മകൾക്കും വിശ്വസിക്കാനാവാതെ അവർ തമ്മിൽ ഇങ്ങനെ നോക്കി നിന്നു. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പൊന്നു മോളെ ആഗ്രഹിച്ചതല്ലേ, കണ്ണൻ അത് സാധിച്ചു തരാതെ ആവില്ല. ആ ദിവസം മുതൽ ആ കുഞ്ഞു മകളുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഒരു കഥയല്ല, ഒരു സ്നേഹബന്ധമായി മാറി. അച്ഛൻ്റെ കണ്ണീരും പുഞ്ചിരിയും ചേർന്ന ആ അനുഭവം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി. നിഷ്കളങ്കമായ ഭക്തിയുടെ മുൻപിൽ കണ്ണൻ എപ്പോഴും കരുണാമയനാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും വെറുതെ ആവില്ല. അതൊരു നാൾ പാൽപ്പാസമായി, മറ്റൊരു നാൾ ആത്മസമാധാനമായി മാറും. ജീവിതം മുഴുവനും വഴികാട്ടിയായി നമ്മെ തേടിയെത്തും. കൃഷ്ണ, പൊന്നു ഗുരുവായൂരപ്പ, എന്നും എപ്പോഴും ഇതുപോലെ കൂടെ ഉണ്ടാവണേ. സർവം കൃഷ്ണാർപ്പണമസ്തു.